നീ കൂടെ വന്നേ, ബോക്ക് കൂടെ വന്നേ, ബോക്ക് കൂടെ വന്നേ. ബ്രോ ഞാൻ പറയാം, ഞങ്ങൾ അങ്ങനെ റിക്രൂട്ട്മെന്റ് എടുക്കാറില്ല. ഹുഡ് ചേഞ്ച് ചെയ്തിട്ട് പറഞ്ഞേ, ഹുഡ് ചേഞ്ച് ചെയ്ത് വരണേ. ഇവിടെ ആ ഒരു ഹൈറാർക്കി കീപ്പ് ചെയ്തിടുന്ന സാധനമാണ്, പെട്ടെന്ന് ഒരു ദിവസം ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നീക ഹുഡ് ചേഞ്ച് ചെയ്തിട്ട് പറഞ്ഞേ. അവനുണ്ടോ, റേഡിയോ ഉണ്ടോ നീകൻ? അതെ, ഗണ്ണ് കിട്ടുമോ? എടുത്തരാ. ബ്രോ നമ്മളിവിടെ ആക്ച്വലി റിക്രൂട്ട്മെന്റ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങൾ നമ്മളെ സിറ്റിയിൽ നമ്മൾ എപ്പോഴും ഉണ്ടാവും. അപ്പൊ സിറ്റിയിൽ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ നടന്ന് നമുക്ക് ആരാ? വെയിറ്റ് കൊല്ലല്ല അല്ല എന്താ കൊന്ന് അടിച്ചിട്ട് എന്തിന്? എടാ ഞാനൊരു കാര്യം നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു. എന്താ ഇത് എവിടുന്നാ അടിക്കുന്നേ? എന്റെ ടയർ നോക്ക്, എന്റെ ടയർ നോക്ക്, എന്റെ ടയർ നോക്ക്. വെട്ടിക്കൊല വരെ അവനാണ് ഇടിച്ചു വന്നു. വെട്ടിക്കൊല്ല ഈ ഗണ്ണില്ലാതെ അടിക്കല്ലേ അവരെ പിന്നീട് ഗണ്ണ് എടുത്തിട്ട് അടിക്കത്തില്ല. അല്ലാതെ ഇവിടുന്ന് വണ്ണ് അടിക്കുന്നില്ല. അത്ര ഉള്ളടാ. ഇതെന്താ സംഭവം? ഹലോ അണ്ണ ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ് അണ്ണ, ഒരുത്തൻ ഓവർ സ്പീഡ് ആയിട്ട് വന്ന് നേരെ നമ്മുടെ അടുത്തുള്ള ഇടിച്ചു കയറ്റിയപ്പം അവന് സോറി പറയാൻ പറ്റൂല. എന്നിട്ട് നമ്മുടെ ഒരാൾ വന്ന് വണ്ടി എടുത്ത് പോകാൻ നേരത്തെ തട്ടിയിട്ട് ഇറങ്ങി വന്ന് നമ്മുടെ ഒരാൾ വണ്ടി എടുത്തിട്ട് ഞാൻ ചോദിച്ചു എന്തിനാ അടിച്ചെന്ന് ചോദിച്ചു. പറഞ്ഞ് വണ്ടി എടുത്ത് ഇടിക്കുന്നു വണ്ടി ഇറങ്ങി. ഞാണെന്നാ ഈ പോകാൻ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കും. പോകാൻ പറഞ്ഞിട്ട് പോണില്ല. അവൻ ദൂരെ പോയി റേഡിയോ കോൾ കൊടുക്കും. ഇപ്പൊ നിങ്ങള് കൊന്നില്ലേ ആ പുള്ളിയാണ് വണ്ടി ഓടിച്ചത്. ഇവിടെ വെച്ച് ഈ റോഡിന്റെ സെന്ററിൽ ഒരാൾ നിൽക്കുമായിരുന്നു. നമ്മൾ വന്ന സമയത്ത് ഇടിച്ച് തൊട്ട് ഈ ഗ്യാങ് ഹൗസ് കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് നമ്മുടെ വണ്ടി മറിഞ്ഞു. എന്നിട്ട് പോലും നമ്മൾ 2 പ്രാവശ്യം സോറി പറഞ്ഞു. നമ്മൾ വണ്ടി എടുത്ത് ആ പൊക്കുവെന്ന് വേറെ ആരോ, നിങ്ങൾ 3-4 പേരുണ്ടായിരുന്നു, പൊക്കുവെന്ന് പറഞ്ഞു. നമ്മൾ വണ്ടി എടുത്ത് 2 പ്രാവശ്യം ചവിട്ടി തള്ളിയിട്ടു. അപ്പൊ പിന്നെ ഈ സംസാരിക്കുന്ന പറഞ്ഞാല് ഏത് ഗ്യാങ് ആണ് ഇതാണെന്ന് ചോദിച്ചിട്ട് അങ്ങനെ മെൻഷൻ ചെയ്തിട്ട് സംസാരിക്കുമായിരുന്നു. അല്ല നമ്മുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക് അല്ല. എന്താ പറയാ? ഈ വണ്ടി കയറി പോവാൻ നിൽക്കുന്നത് നിന്റെ കൂടെയുള്ള ഷാഗി എന്നാ അവന്റെ പേര്? അവനോട് കേറി പോകാൻ പറഞ്ഞപ്പോ എന്താ പറയാ തീട്ടം മാസം. അല്ല ഗ്യാങ് ഏതാന്ന് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും എന്തായാലും നിങ്ങൾ സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംസാരിക്കാം നമുക്ക്. പിന്നെ മാസം വന്നു. വണ്ടി ഇടിച്ചതിന്റെ ഇത് കണ്ണ 3 4 5 6 7 8 നിങ്ങള് കഴിഞ്ഞാൽ ഇത് വഷളാവും. നിങ്ങളൊരു കാര്യം ചെയ്യും, തൽക്കാലം ക്ലിയർ നിങ്ങളുടെ സിറ്റുവേഷൻ അറ്റൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 3333 കോൺടാക്ട് ചെയ്താൽ മതി. ചോദിക്കൂലേ ഞാൻ കത്തിക്കാൻ എന്നല്ലേ അവൻ വിളിച്ചത്? വിളിച്ചില്ല പോട്ടെ.
നിങ്ങളുടെ സിറ്റുവേഷൻ അറ്റൻഡ് ചെയ്യണം. നമ്മള് ആ വേറെ സിറ്റുവേഷന് പോകാൻ വേണ്ടിട്ടാണ് റേഡിയോ. നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചു. ഓക്കെ, സംഭവിച്ചു. അതിന്റെ പേരിൽ നമ്മളെ ഭാഗത്തുനിന്നുണ്ട തെറ്റാണ്. നമ്മൾ സോറിയും പറഞ്ഞു. എടാ നീകൻ എന്തിയാടാ അവന് ഇതിനകത്തില്ലേ? ഓൾറെഡി അവന്മാര് ട്രിഗേർഡ് ആയിട്ട് ഹുഡി മാറ്റണടാ, ഹുഡി മാറ്റണ. നീ മാറ്റിട്ടോ അതിട്ടോണ്ടിരിക്കണം. അത് പിന്നെ ഇതാ ഞാൻ മറ്റേ അയ്യോ ഇല്ല ഞാൻ എടാ പോണെങ്കിൽ ഹോസ്പിറ്റലിലൂടെ ഒന്ന് പോണടാ. നീ തല കീറിയത് എടാ ഇതിപ്പോ എന്ത് ഇത് സിറ്റുവേഷൻ ആണോ? മാസ് വരുമോ സിറ്റുവേഷൻ എടുക്കാൻ? അമ്മ കണക്ടർ റേഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടേക്കണ്. ഇന്നലെ ചോദിച്ചപ്പോ ബാല ഇന്ന് വരാൻ പറഞ്ഞു. ഇന്നലെ വള്ളിയായിരുന്നു ദിവസം. അപ്പൊ ഞാൻ പറഞ്ഞ ധൈര്യം ഉണ്ടെങ്കിൽ ഓർത്തായിരുന്നു. നമ്മളായിട്ട് ഒരു പ്രശ്നം ഇല്ലാത്തവരാണ് വിട്ടേടാ. ഈ കണ്ണാപ്പിയായിട്ട് ആരാണ് വള്ളി ഇല്ലാത്ത ഈ സിറ്റിയിൽ ഒന്ന് പറഞ്ഞേ. ഒരു ഗ്യാങ്ങായിട്ട് അല്ല ചന്ദ്രു നമ്മള് സംസാരിച്ച് സോൾവ് ആക്കിയപ്പോ ചന്ദ്രു നമ്മുടെ ഫ്രണ്ടിൽ കണ്ണാപ്പിനെ അടിച്ചിട്ട് ഓർമ്മയുണ്ട് ഒരു ദിവസം പെട്രോൾ പമ്പിൽ നിന്ന് ഒരുത്തൻ. അന്നത്തെയാണ് നമ്മള് സംസാരിക്കാൻ പോയപ്പോ പിന്നെ വന്ന് വെടിവെച്ച് ഓർമ്മയുണ്ടാ? ഞാൻ ചന്ദ്രു അടിച്ചിട്ട് എനിക്കിപ്പോ ഓർമ്മ ഇവന്റെ കൂടെ പോയിട്ട് കൊറേ പ്രാവശ്യം ചത്ത. ഏതാണെന്ന് ഇപ്പൊ കറക്റ്റായിട്ട് ഓർത്തെടുക്കാൻ പറ്റില്ല. ആയിട്ട് പിടിച്ചേക്കുവാണോ അവന്മാര്? ആര് ഫയർ ചെയ്യില്ലേ? ഇമോസ് വരുന്നുണ്ടേ. ഓക്കെ